എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേസരിയാണ്. അതിനെന്തെല്ലാം സാധനങ്ങൾ വേണം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. നമുക്കൊരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് നമുക്ക് നെയ്ക്കകത്ത് ആദ്യം മൂപ്പിക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 25 ഗ്രാം മുന്തിരിങ്ങ, 350 ഗ്രാം റവ, 400 ഗ്രാം പഞ്ചസാര, 125 ഗ്രാം നെയ്യ്, പിന്നൊരു 15 ഏലക്ക പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അതിനകത്ത് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണ് എങ്കിൽ നമുക്കൊന്നും കൂടെ വറക്കണം. വറുത്താലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് നല്ല വൃത്തിയായിട്ട് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ അളന്ന് വേണം നമ്മൾ റവ എടുക്കാൻ. അപ്പോൾ ഒരു പാത്രം റവയ്ക്ക് 3 പാത്രം വെള്ളമാണ് നമുക്കിതിന് ആവശ്യം. അതുകൊണ്ടാണ് പാത്രത്തിൽ അളന്നെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു പാത്രം റവ എടുത്തതാണ് 350 ഗ്രാം. അതേ പാത്രത്തിൽ ഒരു പാത്രം പഞ്ചസാരയും, അത് 400 ഗ്രാം. അപ്പം നമ്മുടെ റവയെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രത്തിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. നമ്മൾ റവ എടുത്ത അതേ പാത്രത്തിൽ. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല മഞ്ഞ കളർ കിട്ടും. അപ്പം തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് റവ ഇട്ട് അത് ഇളക്കണം. അപ്പം കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കി, നല്ല അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ പറ്റി നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. 125 ഗ്രാം നെയ്യ് മൊത്തത്തിൽ നമ്മളിതിനെ ആവശ്യത്തിന് എടുക്കുന്നത്. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി സെറ്റായതിന് ശേഷം നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 15 ഏലക്ക പൊടിച്ചതാണ്. അതും ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര, ഇപ്പം നല്ല ടൈറ്റായി, അത് നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. ഇനി അതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഇട്ടിളക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ അതിന് വേണ്ടി എടുത്തത്. അപ്പോൾ കുറേശ്ശെ ഇളക്കാം. ആദ്യം ഒരു പാതി ഇട്ടൊന്ന് ഇളക്കി. ഇതിപ്പോൾ ഇനി ഇളക്കി വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ലൂസാവും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം. ഇതിപ്പോൾ നല്ല ടൈറ്റിലിരിക്കുകയാണ്. അപ്പോൾ ഇളക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പഞ്ചസാര അതിനകത്തോട്ട് അലിഞ്ഞ് ചേരുമ്പോഴത്തേക്കും വീണ്ടും ലൂസാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് മൊത്തം 1 കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് നമ്മൾ അതിനകത്തിട്ട് ഇളക്കിയെടുക്കണം. ഇടയ്ക്ക് കുറച്ചുകൂടെ നെയ്യ്, അതായത് 125 ഗ്രാം നെയ്യ് ഫുള്ളായിട്ട് ചേർക്കണം. അപ്പം നെയ്യുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഒഴിവാക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. നല്ലപോലെ വൃത്തിയായിട്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ ലൂസാവും. അത് വീണ്ടും നമ്മളൊന്ന് ടൈറ്റായി വരുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ നെയ്യ് വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൈറ്റായി വരുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിനകത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് നമുക്കിതിനെ മാറ്റാം. പാത്രത്തിൽ മാറ്റിയതിന് ശേഷം
നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചൂടാറുന്നതിന് മുന്നേ ചെറിയ പാത്രത്തിലോ വലിയ പാത്രത്തിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അയക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും താമസമില്ലാതെ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തും.